ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ +1 HSC ഇംഗ്ലീഷിനകത്ത് യൂണിറ്റ് 1-ലെ 3ാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സും മറ്റ് ചോദ്യങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ലെസണിന്റെ പേര് ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്നാണ്. അത് എഴുതിയിരിക്കുന്നത് കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ ആണ്. സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ പറ്റിയിട്ടുള്ള ലെസൺ ആയിരുന്നു അത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഹൗ ഡിഡ് ഹോക്കിൻ സ്റ്റാർട്ടിൽ ദ ഓഡിയൻസ്? എങ്ങനെയായിരുന്നു ഹോക്കിൻസ് ഓഡിയൻസിനെ, അതായത് കേൾവിക്കാരെ അത്ഭുതപ്പെടുത്തിയത്? അതിന്റെ ഉത്തരം ഇതാണ്: ഹി സ്റ്റാർട്ടഡ് ഹിസ് ഓഡിയൻസ് ബൈ ടെല്ലിംഗ് ദം ദാറ്റ് ദർ വാസ് ആൻ എൻഡ് ഇൻ സൈറ്റ് ഫോർ തിയററ്റിക്കൽ ഫിസിക്സ്. അദ്ദേഹം കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തിയത് തിയററ്റിക്കൽ ഫിസിക്സിന് അല്ലെങ്കിൽ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രത്തിന് ഒരു എൻഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു. കാരണം ഈ ഒരു ശാസ്ത്രശാഖ അനന്തമാണ്. അതിന് പല ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയിട്ടില്ല, ഇനിയും കണ്ടെത്താനിരിക്കുന്നു. അപ്പോൾ അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു ധാരണ പൊതുവെ ആൾക്കാരുടെ ഇടയിൽ ഉണ്ട്. അപ്പോൾ പ്രപഞ്ച സത്യങ്ങളെ പറ്റിയിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ശാസ്ത്രീയമായ ഉത്തരമുണ്ട് എന്നാണ് സ്റ്റീഫൻ ഹോക്കിൻസ് ഉദ്ദേശിച്ചത്. He invited them to join him in a sensational escape through time and space. അദ്ദേഹം കേൾവിക്കാരെ അദ്ദേഹത്തിനോടൊപ്പമുള്ള ടൈം ആൻഡ് സ്പേസിലൂടെയുള്ള ഒരു സെൻസേഷണൽ യാത്രയ്ക്കായി അല്ലെങ്കിൽ ഒരു അത്ഭുതകരമായ ഒരു യാത്രയ്ക്കായി അദ്ദേഹം ക്ഷണിച്ചു. ഇനി രണ്ടാമത്തെ ചോദ്യം പറയാം. സ്റ്റീഫൻ ഹോക്കിൻസ് ഡിഡ് നോട്ട് അപ്പിയർ ടു ബി എ പ്രോമിസിംഗ് ചോയ്സ് ടു ലീഡ് എനി അഡ്വെഞ്ചർ. വൈ? അദ്ദേഹം കാഴ്ചയിൽ അത്ര ഭയങ്കരമായ ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ഒരു പ്രസംഗം ലീഡ് ചെയ്യാൻ പറ്റിയ ഒരാളായിട്ട് തോന്നിയിരുന്നില്ല. എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. ഹി വാസ് സിറ്റിംഗ് ഇൻ എ വീൽ ചെയർ while one of his students was reading his lecture to the audience. അതിന് കാരണം അദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹം ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിട്ട് തോന്നുന്നില്ല. അതാണ് അതിനുള്ള കാരണം. അദ്ദേഹം വീൽ ചെയറിലാണ് ഇരുന്നിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റുഡന്റ് ആണ് അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചിരുന്നത്. ഹിസ് അപ്പിയറൻസ് വാസ് നോട്ട് ഹെൽത്തി and naturally he did not appear to be a promising choice to lead any adventure. അദ്ദേഹത്തിന്റെ രൂപം ഒരു ആരോഗ്യം ഉള്ള ആളുടെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലൊരു ലെക്ചർ ലീഡ് ചെയ്യാൻ കെൽപ്പുള്ള ആളല്ല എന്ന് ആൾക്കാർക്ക് തോന്നിയത്. അടുത്ത പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ: Can a person be judged by appearance alone? Justify your response. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായം എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ അതിന്റെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ്സും മനസ്സിൽ ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഉത്തരത്തിലേക്ക് പോകാം. എ പേഴ്സൺ കനോട്ട് ബി ജഡ്ജ്ഡ് ബൈ അപ്പിയറൻസ് അലോൺ. ഒരാളുടെ രൂപം കൊണ്ട് അയാളെ ഒരിക്കലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. മെനി ഗ്രേറ്റ് മെൻ ഇൻ ഹിസ്റ്ററി ഡിഡ് നോട്ട് ഹാവ് എ ഗ്രേറ്റ് അപ്പിയറൻസ്. നമ്മുടെ ചരിത്രത്തിലെ പല മഹത് വ്യക്തിത്വങ്ങൾക്കും അവരുടെ രൂപത്തിൽ വലിയൊരു അവർ ചെയ്ത പ്രവൃത്തികൾ വെച്ച് നോക്കുമ്പോൾ അവരുടെ രൂപത്തിൽ യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നെപ്പോളിയൻ ബോണപ്പാർട്ട് വാസ് എ വെരി ഷോർട്ട് പേഴ്സൺ. പല രാജ്യങ്ങളും കീഴടക്കിയ നെപ്പോളിയൻ ബോണപ്പാർട്ട് കാഴ്ചയിൽ ഒരു ചെറിയ മനുഷ്യനായിരുന്നു. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് അമേരിക്കൻ പ്രസിഡന്റ്സ്, spent most of his working hours in a wheelchair and he walked with leg braces and canes, usually with help. അതായത് അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് പലപ്പോഴും ഒരു വീൽ ചെയറിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അദ്ദേഹം നടക്കാൻ സ്വാധീനം ഇല്ലാത്തത് കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്നു, ഒരു വടിയും ഊന്നിയിരുന്നു. പക്ഷെ അദ്ദേഹം അമേരിക്കയിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്രസിഡന്റ്സ് ആണ്. അടുത്തത് മദർ തെരേസ ഡിഡ് നോട്ട് അപ്പിയർ എ റോബസ്റ്റ് പേഴ്സൺ ബട്ട് ഷി വാസ് റിയലി ഗ്രേറ്റ്. മദർ തെരേസ വളരെ ദുർബലയായ രൂപമുള്ളൊരു ലേഡിയായിരുന്നു, പക്ഷെ അവര് ലോകം മുഴുവൻ അറിയപ്പെട്ട ഒരു ലേഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് ഡു യു ലേൺ അബൌട്ട് സ്റ്റീഫൻ ഹോക്കിൻസ് ചൈൽഡ്ഹുഡ്? സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ചൈൽഡ്ഹുഡിനെ പറ്റി എഴുതാനാണ് ചോദ്യം. പ്രധാനപ്പെട്ട പോയിന്റുകൾ മനസ്സിലാക്കുക. He was born on 8th January 1942 ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന
പറയുന്ന സ്ഥലത്ത് 1942 ജാനുവരി 8 അദ്ദേഹം ജനിക്കുന്നത്. ഹിസ് പേരൻസ് വെർ ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിൻ. ദേ വെർ നോട്ട് വെൽത്തി. അവർ സ്റ്റീഫൻ ഹോക്കിൻസിന്റെ പേരൻസ് വെൽത്തി ആയിരുന്നില്ല. By the time he was 8, he was seriously thinking of becoming a scientist. 8-ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹത്തിന് ഒരു സയന്റിസ്റ്റ് ആവണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഹിസ് ഫാദർ wanted him to study medicine. പക്ഷെ അച്ഛന് മെഡിസിൻ പഠിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. ബട്ട് സ്റ്റീഫൻ തോട്ട് ബയോളജി വാസ് ടു ഇംപ്രിസൈസ്. എന്നാൽ ബയോളജി വ്യക്തതയില്ലാത്ത ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. But he wanted a subject in which he could look for exact answers. വ്യക്തമായ ഉത്തരങ്ങൾ ലഭിക്കുന്ന ഒരു സബ്ജക്ട് പഠിക്കാനായിരുന്നു സ്റ്റീഫൻ ഹോക്കിൻസിന് താല്പര്യം. He was just an ordinary school boy. He was slow in learning to read and his handwriting was horrible. അദ്ദേഹം ഒരു സാധാരണ ഒരു കുട്ടിയായിരുന്നു. അദ്ദേഹത്തിന് എഴുത്തും വായനയും ഒക്കെ പഠിച്ചെടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കുട്ടിയായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായിരുന്നു. At 14, Stephen knew he would study maths and physics. 14-ാമത്തെ വയസ്സിൽ മാത്സും ഫിസിക്സും പഠിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. Stephen knew but his father discouraged him from studying maths because he thought it offered no jobs. എന്നാൽ മാത്തമാറ്റിക്സ് പഠിപ്പിക്കാൻ സ്റ്റീഫൻ ഹോക്കിൻസിന്റെ അച്ഛന് താല്പര്യമില്ലായിരുന്നു. കാരണം മാത്തമാറ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ടീച്ചർ ജോബ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. And Stephen's father wanted him to attend Oxford where he had studied. സ്റ്റീഫന്റെ അച്ഛൻ സ്റ്റീഫൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. ഓക്സ്ഫോർഡ് ഹാഡ് നോ മാത്തമാറ്റിക്സ്. അവിടെ മാത്തമാറ്റിക്സ് ഇല്ലായിരുന്നു. സോ സ്റ്റീഫൻ സ്റ്റഡീഡ് കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ആൻഡ് only a little മാത്തമാറ്റിക്സ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കെമിസ്ട്രിയും ഫിസിക്സും വളരെ കുറച്ച് മാത്തമാറ്റിക്സുമാണ് അദ്ദേഹം അവിടെ നിന്ന് പഠിച്ചത്. At the age of 17, Hawkins went to Oxford to study natural science and to specialize in physics. 17-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നാച്ചുറൽ സയൻസും ഫിസിക്സിൽ സ്പെഷ്യലൈസേഷനും പഠിക്കാനായി ജോയിൻ ചെയ്തു. ഇത്രയും പോയിന്റ്സ് ആണ് ഈ ക്വസ്റ്റ്യന്റെ താഴെ വരുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, കമന്റ് ഓൺ ഹോക്കിൻസ് ലൈഫ് അറ്റ് ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡിലെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി എഴുതുക. അതിന്റെ പോയിന്റ്സ് മനസ്സിലാക്കുക. For about 1 year and a half, Hawkins was lonely and bored at Oxford. ആദ്യത്തെ 1.5 വർഷം അദ്ദേഹത്തിന് വളരെ വിരസതയായിരുന്നു ഓക്സ്ഫോർഡില്. He also did not try hard at his academics. അദ്ദേഹം നന്നായിട്ട് പഠിക്കാനും കൂട്ടാക്കിയിരുന്നില്ല ആ സമയത്ത്. But halfway through the second year, he began to enjoy Oxford. എന്നാൽ 2-ാമത്തെ വർഷത്തിന്റെ പകുതിയോടുകൂടി അദ്ദേഹം ഓക്സ്ഫോർഡിലെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഒപ്പീനിയൻ ഡിഡ് ഹോക്കിൻസ് പിയേഴ്സ് അറ്റ് ഓക്സ്ഫോർഡ് ഹാവ് അബൌട്ട് ഹിം? അദ്ദേഹത്തിന്റെ സഹപാഠികൾക്ക്, ഓക്സ്ഫോർഡിലെ സഹപാഠികൾക്ക് അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്തായിരുന്നു? Hawkins became popular and was well accepted among peers. അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വളരെയധികം പോപ്പുലർ ആവുകയും സഹപാഠികൾക്കിടയിൽ വളരെയധികം അക്സെപ്റ്റഡ് ആവുകയും ചെയ്തു. They remember him as lively, buoyant and adaptable. സഹപാഠികൾ അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കിയിരുന്നത് അദ്ദേഹം വളരെ ആക്റ്റീവാണ്, എനർജറ്റിക് ആണ്, ബോയന്റ് ആണ്, അല്ലെങ്കിൽ തിളക്കമുള്ള വ്യക്തിത്വം കാത്തുസൂക്ഷിച്ച ആളാണ്, അഡാപ്റ്റബിൾ ആണ്, അതായത് മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവുള്ള ആളാണ്. He wore his hair long. അദ്ദേഹം മുടി നീട്ടി വളർത്തിയിരുന്നു. He was famous for his wit. അദ്ദേഹത്തിന്റെ കൂർമ്മ ബുദ്ധിക്ക് അദ്ദേഹം ഫേമസ് ആയിരുന്നു. He liked classical music and science fiction. അദ്ദേഹത്തിന് ക്ലാസിക്കൽ മ്യൂസിക്കും സയൻസ് നോവലുകളും ഇഷ്ടമായിരുന്നു. He took part in sports. സ്പോർട്സിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Cite an example to prove that Stephen Hawkins was sharp-witted. Did his wit help him in any way? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയുക. അദ്ദേഹം ഷാർപ്പ് വിറ്റഡ് ആണെന്ന് തെളിയിക്കുന്നതായിട്ടുള്ള. ഷാർപ്പ് വിറ്റഡ് എന്ന് പറഞ്ഞാൽ കൂർമ്മ ബുദ്ധി അല്ലെങ്കിൽ നർമ്മബോധം എന്നും അതിന് അർത്ഥമുണ്ട്. അപ്പോൾ ആ ഒരു അദ്ദേഹത്തിന്റെ കൂർമ്മ ബുദ്ധി അദ്ദേഹത്തിനെ ഏതെങ്കിലും തരത്തിൽ സഹായിച്ചിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. ഉത്തരത്തിലേക്ക് പോകാം. Stephen Hawking had applied to a PhD at Cambridge while he was a student at Oxford.
ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് അപ്ലൈ ചെയ്തു. He was accepted on condition that he got a first from Oxford. ഓക്സ്ഫോർഡിൽ നിന്നും അദ്ദേഹത്തിന് 1ാം സ്ഥാനം കിട്ടുവാണെങ്കിൽ PhDക്ക് ജോയിൻ ചെയ്യാം എന്നുള്ളതായിരുന്നു കണ്ടീഷൻ. ഹോക്കിൻസ് തോട്ട് ഹി കുഡ് ഗെറ്റ് ത്രൂ സക്സസ്ഫുള്ളി. അദ്ദേഹത്തിന് അത് സാധിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷേ ആസ് ദ എക്സാമിനേഷൻ കെയിം ഹിസ് കോൺഫിഡൻസ് ഫെയിൽഡ്. പക്ഷെ എക്സാം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം നശിച്ചു. ഹോക്കിൻസ് ഗോട്ട് ഓൺലി ബോർഡർ ലൈൻ മാർക്സ് ബിറ്റ്വീൻ എ ഫസ്റ്റ് ആൻഡ് എ സെക്കൻഡ്. അദ്ദേഹത്തിന് 2ാം സ്ഥാനമേ കിട്ടിയുള്ളൂ. 1ാം സ്ഥാനത്തിന് വളരെ കുറച്ച് വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ബോർഡർ ലൈൻ മാർക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ആസ് he had only a borderline result, his examiners called him for an interview and asked him about his plans. ഇക്കാരണം കൊണ്ട് അദ്ദേഹത്തെ എക്സാമിനേഴ്സ് ഒരു ഇന്റർവ്യൂവിന് ക്ഷണിച്ചു. എന്താണ് പ്ലാൻ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം I shall go to Cambridge if I receive a first, and if I receive a second I will remain at Oxford, so I expect that you will give me a first. അദ്ദേഹം വളരെ ധൈര്യത്തോടെ പറഞ്ഞു, എനിക്ക് 1ാം സ്ഥാനം കിട്ടിയാൽ ഞാൻ കേംബ്രിഡ്ജിലേക്ക് സെലക്ട് ചെയ്യപ്പെടും. പക്ഷേ 2ാം സ്ഥാനമാണെങ്കിൽ ഞാൻ ഓക്സ്ഫോർഡിൽ തന്നെ നിൽക്കും. അതുകൊണ്ട് ഞാനൊരു 1ാം സ്ഥാനം പ്രതീക്ഷിക്കുന്നു എന്ന് ധൈര്യത്തോടെ പറയുകയും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും ധൈര്യവും കണ്ടിട്ട് അവർ 1ാം സ്ഥാനം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു ഷാർപ്പ് വിറ്റഡ്നെസ് നേട്ടമാണ് അദ്ദേഹത്തിന് നേടിക്കൊടുത്തത്. He got his first and he went to Cambridge, and his wit helped him here to get what he wanted. അദ്ദേഹത്തിന് എന്തായിരുന്നു ആഗ്രഹം അത് ലഭിക്കാൻ അദ്ദേഹത്തിന്റെ നർമ്മബോധം അദ്ദേഹത്തെ സഹായിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റീഫൻസ് ഫസ്റ്റ് ഇയർ അറ്റ് കേംബ്രിഡ്ജ് വാസ് വേഴ്സ് ദാൻ ദാറ്റ് ഓഫ് ഓക്സ്ഫോർഡ്. വൈ? കേംബ്രിഡ്ജിലെ ആദ്യത്തെ വർഷം ഓക്സ്ഫോർഡിലേതിനെക്കാട്ടിലും മോശമായിരുന്നു. എന്തുകൊണ്ട്? His first year at Cambridge was worse than that at Oxford. His poor mathematical background troubled him. അദ്ദേഹത്തിന് ഓക്സ്ഫോർഡിൽ മാത്തമാറ്റിക്സ് പഠിക്കാൻ സാധിക്കാത്തതാണ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിലാക്കിയത്. He found general relativity extremely tough. ഐൻസ്റ്റീന്റെ ജനറൽ റിലേറ്റിവിറ്റി ആ ഒരു വിഭാഗം അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതായത് ഗ്രാവിറ്റേഷനെ പറ്റിയിട്ടുള്ള ആ ഒരു തിയറി അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിട്ട് തോന്നി. അടുത്തത്, there was even a bigger problem. During his 3rd year, he had started getting a bit careless. He had fallen once or twice for no apparent reason. അദ്ദേഹത്തിന്റെ ഒരു റെയർ ആയിട്ടുള്ള ഒരു അസുഖത്തിന്റെ തുടക്കവും കൂടി ആ സമയത്താണ് സംഭവിച്ചത്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ അദ്ദേഹം പല വീഴ്ചകളും അദ്ദേഹം നിലത്ത് വീഴുന്നതായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായി. Soon he had trouble tying his shoes and sometimes he had difficulty in talking. സ്വന്തം ഷൂലേസ് കെട്ടാനോ സംസാരിക്കാനോ പോലും ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു അവസ്ഥയും ഉണ്ടായി. ഇതൊക്കെയാണ് ഈ ക്വസ്റ്റ്യനിൽ വരുന്ന പോയിന്റ്സ്. അടുത്തത്, ഹൗ ഡിഡ് ട്രാജഡി സ്ട്രൈക്ക് ഹോക്കിൻസ് ആഫ്റ്റർ ഹിസ് 21st ബർത്ത്ഡേ? 21ാമത്തെ ബർത്ത്ഡേക്ക് ശേഷം അദ്ദേഹത്തെ എങ്ങനെയാണ് ദുരന്തം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നത്? ഉത്തരം പോയിന്റ്സ് ഇതാണ്. ഷോർട്ട്ലി ആഫ്റ്റർ ഹിസ് 21st ബർത്ത്ഡേ ഇൻ 1963 ട്രാജഡി സ്ട്രക്ക് ഹിം. 21ാമത്തെ ബർത്ത്ഡേക്ക് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു ട്രാജഡി ഉണ്ടായി. ഹി കോൺട്രാക്റ്റഡ് എ റെയർ ഡിസീസ് എമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ്. എമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്ന പേരുള്ള ഒരു റെയർ ആയിട്ടുള്ള ഒരു രോഗം അദ്ദേഹത്തിന് പിടിപെട്ടു. ഫോർ വിച്ച് ദർ വാസ് നോ നോൺ ക്യൂർ. അതിന് ചികിത്സയും ഇല്ലായിരുന്നു. ഇറ്റ് കോസ്ഡ് എ ഗ്രാജുവൽ ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് ദ നെർവ് സെൽസ്. അത് അദ്ദേഹത്തിന്റെ നെർവ് സെൽസ് അല്ലെങ്കിൽ തലച്ചോറിലെയും സ്പൈനൽ കോഡിലെയും മസ്തിഷ്കത്തിന്റെ സെല്ലുകൾ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തു പോകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ഒരു അസുഖമായിരുന്നു അത്. ഹി വെന്റ് ഇൻ ടു എ ഡീപ് ഡിപ്രഷൻ. ഒരു ആഴമുള്ള ഒരു ഡിപ്രഷനിലേക്ക്, ഒരു വിഷാദത്തിലേക്ക് അദ്ദേഹം ആഴ്ന്നുപോയി. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു ആൻഡ് വാട്ട് ഹിസ് ഫ്യൂച്ചർ വുഡ് ബി. എന്ത് സംഭവിക്കും അദ്ദേഹത്തിന്റെ ഭാവിക്ക് എന്നതിനെ പറ്റി അദ്ദേഹത്തിന് ഒരു രൂപവും ഇല്ലാതായി മാറി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
What drastic change came over Hawking after the diagnosis of the disease? ഈ രോഗത്തിന്റെ ഡയഗ്നോസിസ് അല്ലെങ്കിൽ കണ്ടുപിടുത്തത്തിന് ശേഷം അദ്ദേഹത്തിനുണ്ടായ വലിയ മാറ്റം എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഉത്തരത്തിലേക്ക് പോകാം. A drastic change came over Hawking after the diagnosis of the disease. He had many dreams. He said that his dreams were at that time very confused. ധാരാളം സ്വപ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ആ സ്വപ്നങ്ങളൊക്കെ തന്നെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. ബിഫോർ ഹിസ് കണ്ടീഷൻ വാസ് ഡയഗ്നോസ്ഡ് ഹി വാസ് ബോർഡ് വിത്ത് ലൈഫ്. ആ ഒരു രോഗം കണ്ടുപിടിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ജീവിതത്തിൽ തന്നെ അദ്ദേഹത്തിന് വളരെയധികം വിരക്തി അനുഭവപ്പെട്ടു. ബട്ട് ആഫ്റ്റർ ഹി കെയിം ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ he dreamt that he was going to be executed. ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് അദ്ദേഹത്തെ കൊല ചെയ്യാൻ പോവുകയാണെന്നാണ്, അല്ലെങ്കിൽ മരണം അടുത്തെത്തി എന്ന് അദ്ദേഹത്തിന് തോന്നി. He realized then that there were a lot of important things to do if he was given a reprieve. അല്പസമയം നീട്ടിക്കൊടുത്തിരുന്നെങ്കിൽ, ജീവിക്കാൻ കുറച്ചുകൂടി സമയം നീട്ടിക്കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പലതും ചെയ്തേനെ എന്ന് അദ്ദേഹത്തിന് തോന്നി. And Hawkins was getting some more time to live and life was precious. വളരെ കുറച്ച് സമയമേ ഉള്ളൂ, ജീവിതം വളരെ വിലപ്പെട്ടതാണ് എന്നൊക്കെയുള്ള ഫീലിങ്സ് അദ്ദേഹത്തിന് ഉണ്ടായ സമയമായിരുന്നു അത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് വാസ് ജെയിൻസ് ഇംപ്രഷൻ ഓഫ് ഹോക്കിൻസ്? സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ജീവിത സഖിയായി മാറിയ ജെയിനിന് സ്റ്റീഫൻ ഹോക്കിൻസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം, ഇംപ്രഷൻ എന്തായിരുന്നു? ഉത്തരം ഇങ്ങനെയാണ്. ജെയിൻ ബിഫോർ ഹോക്കിൻസ് Just before Hawking entered the hospital for tests, he met Jane Wilde at a New Year party at St. Albans. St. Albansലെ ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ വെച്ച് ആണ് അദ്ദേഹം ജെയിൻ വൈൽഡിനെ കണ്ടുമുട്ടുന്നത്, അദ്ദേഹം ഹോസ്പിറ്റലിലാവുന്നതിന് മുമ്പ്. She thought Hawkins was very intelligent, eccentric and rather arrogant. അവൾക്ക് തോന്നിയത് സ്റ്റീഫൻ ഹോക്കിൻസ് വളരെ ഇന്റലിജന്റ് ആണെന്നും എക്സെൻട്രിക് ആണെന്നും അല്ലെങ്കിൽ ഒരു അസാധാരണ മനുഷ്യനാണെന്നും ഒട്ടും തന്നെ അഹങ്കാരമില്ലാത്ത ഒരു സാധാരണ മനുഷ്യനാണെന്നുമാണ് ജെയിൻ വൈൽഡിന് അനുഭവപ്പെട്ടത്. ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഷീ ലൈക്ഡ് ഹിസ് വിറ്റ്. അദ്ദേഹം വളരെ രസകരമായ ക്യാരക്ടറുള്ള ഒരു മനുഷ്യനാണെന്നും അദ്ദേഹത്തിന്റെ ആ ഒരു കൂർമ്മ ബുദ്ധിയെ, അദ്ദേഹത്തിന്റെ നർമ്മബോധത്തെ ജെയിൻ വൈൽഡ് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. ഷീ ഫെൽ ഇൻ ലവ് വിത്ത് ഹിം. അങ്ങനെ ജെയിൻ വൈൽഡ് സ്റ്റീഫൻ ഹോക്കിൻസിനെ പ്രണയിക്കുകയും ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് എ നോട്ട് ഓൺ ദ ക്യാരക്ടർ ഓഫ് ജെയിൻ. ജെയിനിന്റെ ക്യാരക്ടറിനെ പറ്റി ഒരു നോട്ട് എഴുതുക. ജെയിൻ വാസ് എ ഷൈ ടീനേജർ വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ഒരു നാണകുണുങ്ങിയായ ഒരു ടീനേജർ ആയിരുന്നു ജെയിൻ. അവർക്ക് വളരെ ആഴമേറിയ ദൈവഭക്തി ഉണ്ടായിരുന്നു. ദിസ് ഫെയ്ത്ത് വാസ് ഇൻഗ്രെയിൻഡ് ഇൻ ഹർ ബൈ ഹർ മദർ. അമ്മയിൽ നിന്നാണ് ജെയിൻ വൈൽഡിന് ഈ ഒരു ദൈവഭക്തി ലഭിച്ചത്. ഷീ ബിലീവ്ഡ് ദാറ്റ് ഗുഡ് ക്യാൻ കം ഔട്ട് ഓഫ് എനി അഡ്വേഴ്സിറ്റി. ഏതൊരു ദുരവസ്ഥയിലും നല്ലത് വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നാണ് അവൾ വിശ്വസിച്ചിരുന്നത്. When she met Hawkins after his discharge from the hospital, he was in a sad state. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വളരെ വിഷമകരമായ ഒരു അവസ്ഥയിലായിരുന്നു. She felt that he had lost his will to live and he was very confused. അവൾക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ജീവിത നൈരാശ്യം ബാധിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം വളരെ കൺഫ്യൂസ്ഡ് ആണെന്നും അവൾക്ക് മനസ്സിലായി. Hawkins liked her optimism and their friendship grew. ഹോക്കിൻസ് ജെയിൻ വൈൽഡിന്റെ ഒപ്റ്റിമിസം അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസത്തെ ഇഷ്ടപ്പെടുകയും അവരുടെ ഫ്രണ്ട്ഷിപ്പ് വളരുകയും ചെയ്തു. They thought that together they could make something good. ഒരുമിച്ച് നിന്ന് എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. For Stephen, it made a big difference. ഇത് സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കിയത്. He applied for a research fellowship at Caius, one of the colleges of Cambridge University. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ കായിസ് കോളേജിൽ അദ്ദേഹം PhDക്ക് അപ്ലൈ ചെയ്തു. അദ്ദേഹം റിസർച്ച് ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്തു.
And in 1965, when he was 23, he received his fellowship at Caius. അങ്ങനെ അദ്ദേഹത്തിന്റെ 23-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഫെലോഷിപ്പ് കിട്ടുന്നു. ആൻഡ് ഇൻ 1965 he married Jane. അങ്ങനെ അദ്ദേഹം അതിനുശേഷം ജെയിനെ മാരി ചെയ്യുന്നു. They had 3 children. അവർക്ക് 3 കുട്ടികളുണ്ട്. And in fact, it was Jane who gave the moral support to Hawkins to overcome his adversities and do something great for mankind. അങ്ങനെ അദ്ദേഹത്തിന്റെ ദുരവസ്ഥകളിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് ജെയിൻ വൈൽഡിന്റേത്. അടുത്ത പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിസ്റ്റ് ദ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഡെൽറ്റ് വിത്ത് ഇൻ ഹോക്കിൻസ് ബുക്ക്. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം ലിസ്റ്റ് ദ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഡെൽറ്റ് വിത്ത് ഇൻ ഹോക്കിൻസ് ബുക്ക്. സ്റ്റീഫൻ ഹോക്കിൻസിന്റെ പുസ്തകമായ സമയത്തിന്റെ സംക്ഷിപ്ത ചരിത്രം എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ ഉള്ള പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ, വസ്തുതകൾ എന്തൊക്കെയാണ്? വേർ ഡിഡ് ദ യൂണിവേഴ്സ് കം ഫ്രം? അതിലുള്ള ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. പ്രപഞ്ചത്തിന്റെ ഉത്ഭവം എങ്ങനെയാണ്? എവിടെ നിന്നാണ്? ഇസ് ഇറ്റ് ഇൻഫിനിറ്റ്? അത് അനന്തമാണോ? ഡസ് ഇറ്റ് ഹാവ് എനി ബൗണ്ടറീസ്? അതിന് അതിരുകളുണ്ടോ? വിൽ ഇറ്റ് കം ടു ആൻ എൻഡ്? അത് അവസാനിക്കുമോ? ഇഫ് സോ ഹൗ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ അവസാനിക്കും? ഇസ് ദർ എ കംപ്ലീറ്റ് തിയറി ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്? പ്രപഞ്ചത്തെ പറ്റി മുഴുവനായ ഒരു തിയറി ഉണ്ടോ? ഇസ് ദർ എ ബിഗിനിങ് ഓഫ് ടൈം? സമയത്തിനൊരു തുടക്കമുണ്ടോ? കുഡ് ടൈം റൺ ബാക്ക്? സമയത്തിന് പുറകിലോട്ട് സഞ്ചരിക്കാൻ സാധിക്കുമോ? The book begins by recounting the great theories of the cosmos from Newton to Einstein. ഈ ബുക്കിനകത്ത് ന്യൂട്ടൺ മുതൽ ഐൻസ്റ്റീൻ വരെയുള്ള ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. His purpose in writing the book was to make science understandable to non-scientists. അദ്ദേഹത്തിന് ഈ ബുക്ക് എഴുതുന്നത് വഴി അദ്ദേഹത്തിന്റെ ഉദ്ദേശം ശാസ്ത്രം സാധാരണക്കാരെ മനസ്സിലാക്കിക്കുക എന്നുള്ളതായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് കുഡ് ഹാവ് ബീൻ ദ മിസ്ഗിവിങ്സ് ഓഫ് ജെയിൻ? അല്ലെങ്കിൽ ജെയിനിന്റെ വിശ്വാസമില്ലായ്മ എന്തിനെ പറ്റി ആയിരുന്നു? ഉത്തരം ഇങ്ങനെയാണ്. വൈൽ ഓൺ എ ട്രിപ്പ് ടു സ്വിറ്റ്സർലൻഡ് ഹോക്കിൻസ് കോൺട്രാക്റ്റഡ് ന്യൂമോണിയ ആൻഡ് വാസ് ലെഫ്റ്റ് ഓൺ എ ലൈഫ്. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. വാട്ട് കുഡ് ഹാവ് ബീൻ ദ മിസ്ഗിവിങ്സ് ഓഫ് ജെയിൻ? അതായത് ജെയിനിന്റെ സംശയങ്ങൾ, ഡൗട്ടുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ഇതാണ്. വൈൽ ഓൺ എ ട്രിപ്പ് ടു സ്വിറ്റ്സർലൻഡ് ഹോക്കിൻ കോൺട്രാക്റ്റഡ് ന്യൂമോണിയ ആൻഡ് വാസ് ലെഫ്റ്റ് ഓൺ എ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. അതായത് സ്വിറ്റ്സർലൻഡിലേക്ക് ട്രിപ്പിന് പോയ സമയത്ത് സ്റ്റീഫൻ ഹോക്കിൻസിന് ഒരു ന്യൂമോണിയ പിടിപെടുകയും അത് ഗുരുതരമാവുകയും ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ അദ്ദേഹത്തെ ചികിത്സിക്കേണ്ടതായിട്ടും വന്നു. അതിനുശേഷം സംഭവിച്ചത് ദ ഡോക്ടേഴ്സ് ട്രീറ്റിംഗ് ഹിം സജസ്റ്റഡ് എ ട്രാക്കിയോട്ടമി ഓപ്പറേഷൻ വിച്ച് വുഡ് റിമൂവ് ഹിസ് വിൻ പൈപ്പ്. അപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ഏക മാർഗം അദ്ദേഹത്തിന്റെ വിൻ പൈപ്പ് റിമൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ട്രാക്കിയോട്ടമി എന്ന് പറയുന്ന സർജറിയാണ് ഡോക്ടർമാരെ സജസ്റ്റ് ചെയ്തത്. ഇറ്റ് മൈറ്റ് സേവ് ഹിസ് ലൈഫ് ബട്ട് ഹി വുഡ് നെവർ അഗെയിൻ ബി ഏബിൾ ടു സ്പീക്ക് ഓർ മേക്ക് എ വോക്കൽ സൗണ്ട്. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റും, പക്ഷെ അദ്ദേഹത്തിന് ഇനി ഒരിക്കലും ഒരു ശബ്ദം അദ്ദേഹത്തിന് പുറപ്പെടുവിപ്പിക്കാൻ പറ്റില്ല. അതായിരുന്നു അവസ്ഥ. ജെയിൻ തോട്ട് ഹർ ഹസ്ബൻഡ് മൈറ്റ് ഡൈ വിത്ത് ദിസ് ഓപ്പറേഷൻ. ആ സമയത്ത് ജെയിൻ വിചാരിച്ചു ജെയിനിന്റെ ഹസ്ബൻഡ് ഈ ഓപ്പറേഷനോടുകൂടി മരിച്ചു പോയേക്കാം എന്നൊരു ഡൗട്ടാണ് ജെയിന് അന്നേരം തോന്നിയത്. ദാറ്റ് ഈസ് വൈ ഷീ സെഡ് ദ ഫ്യൂച്ചർ ലുക്സ് വെരി ബ്ലീക്ക്. അതുകൊണ്ടാണ് ജെയിൻ ഇങ്ങനെ പറഞ്ഞത്. ഫ്യൂച്ചർ വളരെ ബ്ലീക്കായി തോന്നുന്നു, അല്ലെങ്കിൽ ഭാവി വളരെ ഇരുണ്ടതായി തോന്നുന്നു എന്ന് ആ സമയത്ത് ജെയിൻ പറഞ്ഞിരുന്നു. അങ്ങനെ ധരിച്ചാണ് ജെയിൻ അങ്ങനെ പറഞ്ഞത്. ഹോക്കിൻസ് would no longer breathe through his mouth and nose. ഹോക്കിൻസിന് പിന്നെ ഒരിക്കലും വായിലൂടെയോ മൂക്കിലൂടെയോ ശ്വസിക്കാൻ സാധിച്ചില്ല. ബട്ട് ത്രൂ എ പെർമനന്റ് ഹോൾ മെയ്ഡ് ഇൻ ഹിസ് ത്രോട്ട്. അതിനുശേഷം ജീവിതകാലം മുഴുവൻ സ്റ്റീഫൻ ഹോക്കിൻസിന് തൊണ്ടയിൽ ഒരു പെർമനന്റ് ആയൊരു ഹോള് ഉണ്ടാക്കേണ്ടതായിട്ട് വന്നു. അതുവഴിയായിരുന്നു ശ്വസനം നടന്നിരുന്നത്. ഇതൊക്കെയാണ് ഈ ക്വസ്റ്റ്യന്റെ പോയിന്റ്സ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
How could he overcome his difficulties after the tracheotomy operation? Tracheotomy എന്ന് പറയുന്ന ഓപ്പറേഷന് ശേഷം അദ്ദേഹം എങ്ങനെയാണ് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തത്? ഉത്തരം ഇതാണ്. Since Hawking could not speak, Walters, a computer expert in California, sent him a program he had developed. അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് വോൾട്ടോസ് എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു കമ്പ്യൂട്ടർ വിദഗ്ധൻ, കാലിഫോർണിയയിലുള്ള ഒരു കമ്പ്യൂട്ടർ വിദഗ്ധൻ അദ്ദേഹത്തിന് ഒരു ആധുനിക പ്രോഗ്രാം സെൻഡ് ചെയ്തു കൊടുത്തു. It was called the equalizer. Equalizer എന്നായിരുന്നു ആ സംവിധാനത്തിന്റെ പേര്. It would allow Hawkins to select words from the screen, and this way he could continue to do his work, although very slowly. ഈ ഒരു ഉപകരണത്തിന്റെ സഹായത്തോടു കൂടി ഒരു സ്ക്രീനിൽ നോക്കി അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ അദ്ദേഹത്തിന് സെലക്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇത്തിരി വളരെ സ്ലോ ആയിട്ടാണെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലെ ആശയങ്ങൾ പുറത്തേക്ക് അറിയിക്കാൻ ഈ ഒരു ഉപകരണം വഴി സാധിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. മെൻഷൻ സം ഓഫ് ദ യുണീക് ഐഡിയാസ് ആൻഡ് പാരഡോക്സസ് പുട്ട് ഫോർവേഡ് ബൈ സ്റ്റീഫൻ ഹോക്കിംഗ്. അതായത് ഈ പോയിന്റുകൾ നമ്മൾ ലെസൺ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞത് തന്നെയാണ്, ഒന്നും കൂടി പറയാം. സ്റ്റീഫൻ ഹോക്കിൻസ് തന്റെ പുസ്തകത്തിലൂടെ പുറത്തു പറഞ്ഞ പാരഡോക്സസ് അല്ലെങ്കിൽ വിരോധാഭാസങ്ങൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ യുണീക്ക് ഐഡിയാസ്, ഇതുവരെ മനുഷ്യരാശി കേട്ടിട്ടില്ലാത്ത ആശയങ്ങൾ ഏതൊക്കെയായിരുന്നു? ഉത്തരം ഇതാണ്. Some of the unique ideas and paradoxes put forward by Stephen Hawking are: in science and with people, things are often what they seem. നമ്മൾ കാണുന്നത് പോലെയല്ല പലപ്പോഴും കാര്യങ്ങൾ, ശാസ്ത്രത്തിലും ആൾക്കാരുടെ കാര്യത്തിലും. Pieces that ought to fit together refuse to do so. നമ്മൾ യോജിക്കുമെന്ന് വിചാരിക്കുന്ന പീസുകൾ, കഷ്ണങ്ങൾ ചിലപ്പോൾ യോജിക്കത്തില്ല. ought to, OUGHT, ought to എന്ന് പറഞ്ഞാൽ മസ്റ്റ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അടുത്തത്, യു വിൽ ലേൺ ദാറ്റ് ബിഗിനിങ്സ് മേ ബി ദ എൻഡിങ്സ്. തുടക്കങ്ങൾ പലപ്പോഴും അവസാനങ്ങളായിരിക്കും. അടുത്തത്, ക്രൂവൽ സർക്കംസ്റ്റാൻസസ് ക്യാൻ ലീഡ് ടു ഹാപ്പിനെസ് ഓൾദോ ഫെയിം ആൻഡ് സക്സസ് മേ നോട്ട്. ചിലപ്പോൾ ക്രൂരമായ സാഹചര്യങ്ങളായിരിക്കും സന്തോഷത്തിലേക്ക് എത്തിക്കുന്നത്. പ്രശസ്തിയും സക്സസും ഒന്നും ചിലപ്പോൾ സന്തോഷം തന്നെന്ന് വരില്ല. അടുത്ത പോയിന്റ്, ടു ഗ്രേറ്റ് സയന്റിഫിക് തിയറീസ് ടേക്കൺ ടുഗെദർ സീംസ് ടു ഗിവ് us നോൺസെൻസ്. അതായത് രണ്ട് വലിയ ശാസ്ത്രീയ തത്വങ്ങൾ ചേരുമ്പോൾ ചിലപ്പോൾ ഒരു മണ്ടത്തരമായിട്ട് മാറും. അടുത്തത്, എംപ്റ്റി സ്പേസ് ഇസ് നോട്ട് എംപ്റ്റി. നമ്മൾ ഒന്നുമില്ലാന്ന് വിചാരിക്കുന്ന ശൂന്യത ചിലപ്പോൾ ശൂന്യത ആവണമെന്ന് ഇല്ല. അടുത്തത്, ബ്ലാക്ക് ഹോൾസ് ആർ നോട്ട് ബ്ലാക്ക്. അതായത് സ്റ്റീഫൻ ഹോക്കിൻസ് ആണ് ബ്ലാക്ക് ഹോൾസിന്റെ എക്സിസ്റ്റൻസിനെ പറ്റി ആദ്യമായിട്ട് മനുഷ്യന് അറിവ് പകർന്നത്. അതായത് പ്രപഞ്ചത്തിൽ തമോഗർത്തങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത് സ്റ്റീഫൻ ഹോക്കിൻസ് ആണ്. തമോഗർത്തങ്ങളുടെ നിറം കറുപ്പല്ല എന്നുള്ള ഒരു തത്വം കൂടി അദ്ദേഹം പുറത്തു പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വാട്ട് വാസ് ഹോക്കിങ്സ് ആറ്റിറ്റ്യൂഡ് ടു ഡിസബിലിറ്റി? അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോട് സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ഹൗ ഡു യു എസ്റ്റിമേറ്റ് ഇറ്റ് ഇൻ എ വൈഡർ സോഷ്യൽ കോണ്ടെക്സ്റ്റ്? ഒരു വലിയൊരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ, ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നമ്മൾ എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യും? പോയിന്റുകൾ ഇതാണ്. He chose to ignore his difficulty. അദ്ദേഹത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെ അദ്ദേഹം അവഗണിച്ചു. He expected others to adopt the same attitude. മനുഷ്യർ അങ്ങനെ തന്നെ ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. In the modern days, we call disabled people as differently abled people. നമ്മൾ ആധുനിക ലോകത്തില് പഴയ കാലത്ത് അംഗവൈകല്യം ഉള്ളവർ എന്നാണ് അംഗവൈകല്യമുള്ളവരെ പറ്റി പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഡിഫറെന്റ്ലി ഏബിൾഡ് പീപ്പിൾ എന്നാണ് അവരെ പറ്റി പറയുന്നത്. ഫിസിക്കലി ചലഞ്ച്ഡ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ വളരെ ആധുനികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഫറെന്റ്ലി ഏബിൾഡ് പീപ്പിൾ എന്നാണ്. A physical disability does not have to make you desperate and a victim of sympathy. ഒരു ശാരീരികമായിട്ടുള്ള ഒരു വൈകല്യം ഉണ്ട് എന്ന് വെച്ചിട്ട് അത് നമ്മളെ നിരാശരാക്കേണ്ട ഒരു കാര്യവുമില്ല.
മറ്റുള്ളവരുടെ സഹതാപവും അത് അർഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പീപ്പിൾ വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഹാവ് അച്ചീവ്ഡ് മാർവൽസ്. ശാരീരിക വൈകല്യമുള്ള പലരും ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്ത് സൃഷ്ടിച്ചതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, one of the most famous American presidents, spent most of his working hours in a wheelchair and walked with leg braces and a cane. റൂസ്വെൽറ്റ്, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റൂസ്വെൽറ്റ് വീൽ ചെയറിൽ ഇരുന്ന അത്രയും ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹം പ്രസിഡന്റുകളുടെ കൂട്ടത്തിൽ ഉന്നത സ്ഥാനീയനായിരുന്നു. അടുത്ത് പറയുന്ന നിങ്ങൾക്കറിയാവുന്ന ആരെ പറ്റി വേണമെങ്കിലും ഉദാഹരണമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. നമ്മുടെ കേരളത്തിലെ അന്ധഗായികയായിട്ടുള്ള ഭാഗ്യലക്ഷ്മി, അല്ലെങ്കിൽ അങ്ങനെ ഗിന്നസ് പക്രു, അങ്ങനെയുള്ള പലരെയും നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ അഭിപ്രായം എഴുതുമ്പോൾ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അടുത്തത് ഇത്രയുമാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇനി ഈ ലെസണുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ എസ്സേ റൈറ്റിംഗ് അല്ലെങ്കിൽ സ്പീച്ച് റൈറ്റിംഗ് അങ്ങനെ ചില കാര്യങ്ങൾ വന്നെന്നിരിക്കാം. അപ്പോൾ ഈ പോയിന്റ്സുകളെല്ലാം മനസ്സിൽ വെച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചും അതിന്റെ ഉത്തരങ്ങൾ എഴുതേണ്ടതാണ്. പിന്നെ ഇംഗ്ലീഷ് ഭാഷയിലെ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടാനുള്ള ഏക മാർഗം വായനാശീലമാണ്. ഇംഗ്ലീഷ് കഥകളും പുസ്തകങ്ങളും വായിക്കാൻ ശ്രമിക്കണം. അങ്ങനെ വായനാശീലമുള്ള ഒരാൾക്ക് ഇംഗ്ലീഷിന് വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് മനസ്സിൽ വയ്ക്കേണ്ടതാണ്. അപ്പൊ ഇത്രയുമാണ് കാര്യങ്ങൾ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ജീവിതം ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ വർഷവും അദ്ദേഹത്തെ സംഭവങ്ങളും നമുക്കൊന്ന് പറയാം. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ലെസണിൽ. ലിസ്റ്റ് ദ ഫാക്ട്സ് യു ഹാവ് ഏൺഡ് അബൌട്ട് സ്റ്റീഫൻ ഹോക്കിൻസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ, അതായത് ക്രമം അനുസരിച്ച്. അപ്പോൾ പറയാം നമുക്ക്. 1942 ബർത്ത്, 1950 ഡിസൈഡ്സ് ടു ബിക്കം എ സയന്റിസ്റ്റ്. 8-ാം വയസ്സിലാണ് അദ്ദേഹം ശാസ്ത്രജ്ഞനാവാൻ തീരുമാനിക്കുന്നത്. 1959 അതായത് 17-ാം വയസ്സിലാണ് ഗോസ് ടു ഓക്സ്ഫോർഡിലേക്ക് പോകുന്നത്. 1963 അതായത് 21-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഗെറ്റ്സ് ദ റെയർ ഡിസീസ് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ്, ഒരു റെയർ ഡിസീസ് അദ്ദേഹത്തിനെ ബാധിക്കുന്നത് അദ്ദേഹത്തിന്റെ 21-ാമത്തെ വയസ്സിലാണ്, 1963. അടുത്തത് 1965 അദ്ദേഹത്തിന് 23 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ജെയിൻ വൈൽഡിനെ വിവാഹം ചെയ്യുന്നത്. അടുത്തത് അതേ വർഷം തന്നെ 1965 23 വയസ്സുള്ളപ്പോൾ തന്നെയാണ് ഹി റിസീവ്സ് റിസർച്ച് ഫെലോഷിപ്പ് അറ്റ് കായിസിൽ റിസർച്ച് ഫെലോഷിപ്പ് കിട്ടുന്നത് ആ വർഷത്തിൽ തന്നെയാണ്. ഇനി അടുത്തത് 1980 അതായത് 38 വയസ്സുള്ളപ്പോഴാണ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ് എ ബുക്ക് അബൌട്ട് യൂണിവേഴ്സ്, പ്രപഞ്ചത്തെ പറ്റി അദ്ദേഹം പുസ്തകം എഴുതാൻ തുടങ്ങിയത് 38 വയസ്സുള്ളപ്പോഴാണ്, 1980. അടുത്തത് അതേ വർഷം തന്നെയാണ് ഇനോഗ്രൽ ലെക്ചർ അറ്റ് കോക്രോഫ്റ്റ് ലെക്ചർ റൂം. ഈ കഥയിൽ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്ന ആ ഒരു പ്രസംഗം ഇതേ വർഷം തന്നെയാണ് നടക്കുന്നത്. അടുത്തത് 1984 അതായത് 42 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം കംപ്ലീറ്റിംഗ് ദ ഡ്രാഫ്റ്റ് ഓഫ് ദ ബുക്ക്, ആ ബുക്കിന്റെ എഴുത്തും പ്രസിദ്ധീകരണവും കംപ്ലീറ്റ് ചെയ്യുന്നത് ആ ഒരു വർഷത്തിലാണ്. അടുത്തത് 1988 അദ്ദേഹത്തിന് 46 വയസ്സുള്ളപ്പോഴാണ് പബ്ലിഷ്ഡ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പ്രസിദ്ധമായ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് 46-ാമത്തെ വയസ്സിൽ 1988 അടുത്തത് 2005 റിലീസ് ഓഫ് എ ബുക്ക് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. ആ പുസ്തകം തന്നെ ഒന്നുകൂടി പരിഷ്കരിച്ച് 2005 പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 63 വയസ്സുണ്ടായിരുന്നു. ഇതൊക്കെയാണ് പ്രധാന സംഭവങ്ങൾ. പിന്നെ അദ്ദേഹം മരിക്കുന്നത് 2018 2018 അന്ന് അദ്ദേഹത്തിന് 76 വയസ്സുണ്ട്. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. താങ്ക് യു.